ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹാബിച്വൽ ആക്ഷൻസ്. എക്സാമ്പിൾസ് നോക്കാം. അവൾ ഒരു പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇവിടെ അവൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ എന്നതിന് നമുക്ക് ഷീ എന്ന് എഴുതാം. ഇനി പഠിപ്പിക്കുക, അതിന് നമ്മൾ സാധാരണ ടീച്ച് എന്ന വെർബാണ് പറയുക. ഇവിടെ സബ്ജക്റ്റ് ഷീ, അവൾ ഒരു സിംഗുലർ ആയതുകൊണ്ട് ടീച്ചേഴ്സ് എന്ന് എഴുതണം. ഷീ ടീച്ചേഴ്സ്. എവിടെ പഠിപ്പിക്കുന്നത്? ഇൻ എ പബ്ലിക് സ്കൂൾ. ഷീ ടീച്ചേഴ്സ് ഇൻ എ പബ്ലിക് സ്കൂൾ. ഞാൻ ദിവസവും സ്കൂളിലേക്ക് നടന്നാണ് പോവുക. ദിവസവും എന്ന് പ്രത്യേകിച്ച് തന്നതുകൊണ്ട് ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആണെന്നറിയാം അല്ലേ? എങ്ങനെ എഴുതാം? ഞാൻ എന്നതിന് ഐ എന്നാണ് പറയുക. ദിവസവും എവ്രി ഡേ. നടക്കുക അല്ലെങ്കിൽ നടന്നാണ് പോവുക എന്നത് കാണിക്കാൻ വാക്ക് എന്ന വെർബാണ് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ ഐ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് കൊണ്ട് വെർബിൻ്റെ കൂടെ പിന്നെ നമുക്ക് എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ വാക്ക്. എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂളിലേക്ക്. അപ്പോൾ ടു സ്കൂൾ. ഇനി ദിവസവും എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എവ്രി ഡേ. ഐ വാക്ക് ടു സ്കൂൾ എവ്രി ഡേ. അവർ എപ്പോഴും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അവർ എപ്പോഴും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എങ്ങനെ എഴുതാം? അവർ എന്നതിന് പകരം ദേ. എപ്പോഴും നമുക്കറിയാം ഓൾവേസ്. ഒരുമിച്ച് എന്നതിന് നമുക്ക് ടുഗെദർ എന്ന വേർഡ് ഉപയോഗിക്കാം. കഴിക്കുക ടു ഈറ്റ് അല്ലെങ്കിൽ ഹാവ്, രണ്ടിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ദേ always have breakfast together. They always have breakfast together. ഇതാണ് നേരത്തെ നമ്മൾ പഠിച്ച സെൻറ്റൻസുകൾ. She teaches in a public school. I walk to school every day. They always have breakfast together. ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതായത് ഹാബിച്വൽ ആക്ഷൻസ്. ഹാബിച്വൽ ആക്ഷൻസ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതുമാത്രമല്ല വെർബ് എപ്പോഴും V1-ലായിരിക്കും. ടീച്ചേഴ്സ്, വാക്ക്, ഹാവ്. V1-ലുള്ള വെർബ് നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് മാറ്റി എഴുതണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എസ് ചേർത്ത് എഴുതണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എസ് ഇല്ലാതെ എഴുതണം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പഠിച്ചത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യൂസാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എഴുതുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 എന്നാണ്. V1 എന്ന് പറയുമ്പോൾ EDയോ INGയോ ചേർക്കാത്ത വെർബിൻ്റെ രൂപത്തെയാണ് V1 എന്ന് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റിനനുസരിച്ച് എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്ത് കൊടുക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഹീ, ഷീ, ഇറ്റ്, അതല്ല ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യണം. ഇനി പ്ലൂറൽ സബ്ജക്റ്റുകളാണെങ്കിൽ ഐ, യു, വി, ധേ ആണെങ്കിൽ എസ് ആഡ് ചെയ്യാതെയാണ് വെർബ് എഴുതുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.